തമിഴ്നാട്ടിൽ വിടുവോ? ഇന്നലെ ഇല്ലെങ്കിലും ഞാൻ വരും. തമിഴ്നാട്ടിലും അതുപോലെ കേരളത്തിലും എല്ലാവരും ഏറ്റെടുത്ത് വലിയ സന്തോഷം. അത് യൂത്ത് ശരിക്കും അത് ആഘോഷമാക്കി മാറ്റി ഈ സിനിമ. ശരിക്കും ഞാൻ കേരളത്തിൽ നിന്നാണ് പടം കാണാനിരുന്നത്, പക്ഷേ തമിഴ്നാട്ടിൽ എൻ്റെ പടം തിയേറ്ററിലിരുന്ന് കാണാനുള്ള ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി പോയതാണ്. ഒരു രക്ഷയില്ല. അവർ ആസ്വദിക്കുന്ന വേറൊരു ലെവലാണ്. ഒരു സിനിമ മാത്രമല്ല, ഓരോ സീനും ഭയങ്കരമായിട്ട് ചിരിച്ച് കൈയടിച്ച്. പിന്നെ മുട്ടക്കലക്കി സോങ് ഞാൻ നോക്കുമ്പോൾ തിയേറ്ററിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് എല്ലാവരും കൂടെ ആവശ്യപ്പെട്ട് ഒന്നുകൂടെ ഇട്ടു, റിവൈൻഡ് ചെയ്ത്. അതൊക്കെ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ തിയേറ്റർ ഫുള്ളിങ്ങനെ ആഘോഷമാക്കി യൂത്ത് അങ്ങ് ഏറ്റെടുത്തു. കാര്യം ഇപ്പോൾ യൂത്തുകാർക്കറിയാം, ഈ +2 കാലഘട്ടത്തിൽ പഠിക്കുന്നവർക്കും അങ്ങനെ ആ ക്യാമ്പസ് അനുഭവങ്ങളും അതിൻ്റെ തമാശകളും പാട്ടും ഡാൻസും ഫൈറ്റും പിന്നെ ഫാമിലി ഇമോഷൻസും എല്ലാം ഒരു കുടക്കീഴിൽ നല്ല ഗംഭീര സിനിമയാണ്. അത് ഇത്രയും ഏറ്റെടുത്തതിനും എൻ്റെ കഥാപാത്രം കണ്ടില്ലെങ്കിൽ നമ്മുടെ സിനിമ കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞ എല്ലാവർക്കും നന്ദിയും കൂടെ പറയുകയാണ്. താങ്ക് യു. സുരാജേട്ടൻ മലയാളികളുടെ അഭിമാനം കാത്തുനിന്ന് തന്നെയാണ് പറയുന്നത്. കാരണം കേരളത്തിൽ നിന്ന് തമിഴിൽ പോയിട്ടുള്ള എല്ലാവരും അത്രത്തോളം ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാറുണ്ട്. അപ്പോൾ സുരാജേട്ടൻ്റെ പെർഫോമൻസിനെ പറ്റി എല്ലാവരും എടുത്ത് പറയുന്നുണ്ട് മലയാളികളുടെ. അതെ. ഞാൻ റിവ്യൂസ് എല്ലാം കണ്ടിരുന്നു. തമിഴ്നാട്ടിലും ഇവിടെയും എല്ലാ സ്ഥലത്തും നല്ല അഭിപ്രായമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കഥാപാത്രത്തിന് ഇത്രയും സ്നേഹിച്ചതിന് സപ്പോർട്ട് ചെയ്തതിന് നന്ദി. ഇനിയും സിനിമകൾ വരാനുണ്ട്. തമിഴ്നാട്ടിൽ വിടുവോ? ഇന്നലെ ഇല്ലെങ്കിലും ഞാൻ വരും. ഇന്നലെ നമ്മുടെ തിയേറ്ററിലൊക്കെ പടം കണ്ട ശേഷം അവസാനം കെന്നായിട്ടുള്ള ഒരു ഇമോഷണൽ സീൻസ് ഉണ്ടായിരുന്നു. അതിനൊക്കെ ഭയങ്കരമായിട്ടുള്ള കൈയടക്കുകയായിരുന്നു സുരാജേട്ടനെ. താങ്ക് യു. പടം യൂത്ത് ആണെങ്കിലും ഫാമിലിയാണ് കൂടുതൽ ഏറ്റെടുത്തിരിക്കുന്നത്. അതെ, ഇത് പേര് പോലെ തന്നെ യൂത്തിന് ഒരുപാട് ഇഷ്ടമാവും. അതുപോലെ തന്നെ ഫാമിലിക്ക് ഒരുപാട് ഇഷ്ടമാവും. കാരണം പിന്നെ യൂത്തിൻ്റെയാണ് സിനിമയെങ്കിലും നമ്മൾ ഫാമിലിക്കാണ് ഈ പടം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ കണ്ടു നോക്കും, എല്ലാവർക്കും ഇഷ്ടം. അടുത്ത് ജയിലെത്തുന്നതിന് മുമ്പ് ഏപ്രിൽ 30 ഒരു പടം വരുന്നുണ്ട്. ധനുഷ് സാറും ഞാനും കൂടെ ഉള്ള പടം കര, അതും വരാനിരിക്കുകയാണ്. പൊളിച്ചെടുക്കോ? പൊളിക്കണ്ടേ, അത് പമ്പൻ പൊളിയല്ലേ.